രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ അതിജീവിതയ്ക്ക് എതിരായ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ സുപ്രീംകോടതി ഒഴിവാക്കി. ഹൈക്കോടതി വിധിയിലെ 4 ഖണ്ഡികകളാണ് സുപ്രീംകോടതി നീക്കം ചെയ്തത്. വിചാരണയെ ബാധിക്കുന്ന പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജിയിലെ വാദം സുപ്രീംകോടതി അംഗീകരിക്കുകയായിരുന്നു. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയായി മുൻകൂർ ജാമ്യം അനുവദിച്ച് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലെ ചില ഭാഗങ്ങൾ സുപ്രീംകോടതി നീക്കി. രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയും തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് സൂചിപ്പിക്കുന്ന ഖണ്ഡിക ഉൾപ്പെടെയാണ് നീക്കം ചെയ്തത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സമ്മതമില്ലായിരുന്നുവെങ്കിൽ വിവാഹിതയായ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിന് തന്റെ താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തില്ലായിരുന്നുവെന്നും അദ്ദേഹത്തോടൊപ്പം പാലക്കാട്ടേക്ക് പോകില്ലായിരുന്നുവെന്നുമാണ് ഹൈക്കോടതി വിധിയിൽ പരാമർശമുണ്ടായിരുന്നത്. ഇത് ഉൾപ്പെടെയുള്ള ഹൈക്കോടതി വിധിയിലെ 17, 18, 20, 21 ഖണ്ഡികകളാണ് സുപ്രീം കോടതി നീക്കിയത്. ഈ ഖണ്ഡികകളിലെ പരാമർശങ്ങൾ വിചാരണയെ ബാധിക്കുമെന്ന് പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായ സുഭാഷ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള അഭിഭാഷകരുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. പാരഗ്രാഫ് 17, 18, 20, 21 പാരഗ്രാഫുകൾക്കകത്താണ് ഈ അതിജീവിതയും പ്രതിയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. അത് കേസിൻ്റെ വിചാരണ നടപടികളെ ബാധിക്കും എന്നുള്ളൊരു വാദമാണ് നമ്മൾ പ്രധാനമായും ഉന്നയിച്ചത്. ബെയിൽ പരിഗണിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു വിചാരണ കോടതിയുടെ തലത്തിലേക്ക് ഹൈക്കോടതി മാറുകയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത് അനുചിതമാണ് എന്നുള്ള വാദം നമ്മൾ സുപ്രീം കോടതിയിൽ ഉന്നയിക്കുകയും അതിജീവിതയുടെ വാദം അംഗീകരിച്ചുകൊണ്ട് ലീവ് ഗ്രാൻഡ് ചെയ്തുകൊണ്ട് ഇന്ന് സുപ്രീം കോടതി കേസ് തീർപ്പാക്കി ഈ 4 പാരഗ്രാഫുകൾ ഹൈക്കോടതി വിധിയിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ വിചാരണ കോടതിയെപ്പോലെയാണ് ഹൈക്കോടതി പെരുമാറിയതെന്നും മിനി ട്രയലാണ് നടത്തിയതെന്നുമാണ് ഇരുവരും കോടതിയിൽ വാദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് അയക്കാതെയാണ് പരാമർശം കോടതി നീക്കിയത്. ജസ്റ്റിസുമാരായ MA സുന്ദരേഷ്, NK സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് അതിജീവിത നൽകിയ ഹർജി പരിഗണിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.